ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ, അതായത് എണ്ണപ്പെട്ട കപ്പലുകൾ എന്ന് തന്നെ പറയാം, വിരലിലെണ്ണാൻ പറ്റുന്ന 2-3 സ്ഥാനം നിൽക്കുന്ന കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിലും വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിലും ലോകത്തിലെ വിരലിലെണ്ണാൻ പറ്റുന്ന കപ്പലുകൾ ഏറ്റവും വലിയ കപ്പലിലൊന്നായ MSCയുടെ ക്ലൗഡ് ജെറാർഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഏഷ്യയിൽ ഇതുവരെയായിട്ടും ഒരു പോർട്ടിലും ബർത്ത് ചെയ്യാൻ കഴിയാത്ത MSC ജെറാൾഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് കപ്പലിന്റെ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന പോലെ ശ്രീലങ്കയുടെ കൊളംബോ പോർട്ട് പിന്നിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കുതിക്കുന്ന MSCയുടെ ക്ലൗഡ് ജെറാർഡിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. സ്പീഡ് 13.6 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയാണ്. ഇന്നലെയും ഇന്നു രാവിലെയും 18.5 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയായിരുന്നു. ഷിപ്പിന്റെ സ്പീഡ് കുറച്ചിരിക്കുന്നു. കാരണം ഇന്ന് രാത്രിയോടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ ഈ സ്പീഡായാലും ഷിപ്പ് വരും. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം, ഇന്ത്യ. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 13/9/2024 7 AM ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 12/9/2024 5:52 PM ആണ്. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9936628, ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പിന്റെ ഓവറോൾ ലെങ്ത് 399 മീറ്ററും ബെർത്ത് 61.5 മീറ്ററും മാക്സിമം ഡെപ്ത് 23.3 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 18.39. ഇപ്പോൾ കറണ്ട് ഡ്രാഫ്റ്റ് ഏതാണ്ട് 16.7 മീറ്റർ ഡ്രാഫ്റ്റ്. മാക്സിമം സ്പീഡ് 22.5 നോട്ടിക് മൈൽ സ്പീഡ്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC ജെറാൾഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഷിപ്പിന്റെ ഡീറ്റെയിൽ ആണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിപ്പ് ഏതൊക്കെ പോർട്ടിലാണ് അവസാനമായിട്ട് കയറിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയും വലിയ MSCയുടെ പടുകൂറ്റൻ കപ്പലായ ക്ലൗഡ് ജെറാർഡ് ഏതൊക്കെ പോർട്ടിലാണ് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ലോകോത്തര പോർട്ടുകളെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ആരോ മാർക്കിന്റെ ബേസിൽ നമുക്ക് തന്നെ പറയാം. ഇപ്പോൾ ആരോ മാർക്കിന്റെ എൻഡ് പോർഷൻ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് കയറിയ പോർട്ട് സിംഗപ്പൂരിലെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ടാൻജിങ് പെലാപ്പാസ് എന്ന് പറയുന്ന പോർട്ടിലാണ് അവസാനമായിട്ട് നമ്മൾ ഈ കാണുന്ന MSC ക്ലൗഡ് ജെറാർഡ് കയറിയിട്ടുള്ളത്. ഈ പൊസിഷനിലാണ് ഷിപ്പ് നിന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തിരിഞ്ഞിട്ടാണ് ഷിപ്പ് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുവരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷം കയറിയത് നമുക്ക് ഏത് പോർട്ടിലാണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ പറയുന്ന യാങ്ഷ്യൻ പോർട്ട്, ചൈനയിലെ യാങ്ഷ്യൻ പോർട്ടിലാണ് കയറിയിട്ടുള്ളത്. യാങ്ഷ്യൻ പോർട്ടും നമുക്ക് ഒന്ന് സൂം ചെയ്താൽ തന്നെ അറിയാൻ സാധിക്കും. ഇതും ആഴക്കടൽ പോർട്ടിൽ ലിസ്റ്റിൽപ്പെട്ട പോർട്ട് തന്നെയാണ് യാങ്ഷ്യൻ പോർട്ട്. അതിന് മുന്നേ കയറിയ പോർട്ടും അതും നമുക്ക് നോക്കാം. ഏത് പോർട്ടിലാണെന്ന് നമുക്ക് നോക്കാം. ഷാങ്ഹായിലെ ഈ പോർട്ട്, ഷാങ്ഹായിലെ യാങ്ഷ്യൻ പോർട്ട്, ഇതും നമുക്ക് വളരെ സുപരിചിതമാണ്. ഷാങ്ഹായ് എന്ന വാക്കും ഷാങ്ഹായിലെ പോർട്ട് നമുക്ക് ഏതാണ്ടൊക്കെ സുപരിചിതമാണ്. കാരണം നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വർക്ക് നടന്ന സമയത്ത് ക്രെയിനുമായി വന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ഷാങ്ഹായിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അതിനാൽ നമുക്ക് ഷാങ്ഹായും നമ്മൾ ഈ കാണുന്ന കപ്പൽ റൂട്ടുകളും മലേഷ്യ, സിംഗപ്പൂർ, ഈ പറയുന്ന മലാക്ക കടലിടുക്കും നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഏത് വീഡിയോ കാണുന്നവർക്കും വിഴിഞ്ഞ റിലേറ്റഡ് വീഡിയോ കാണുന്നവർക്കെല്ലാം നമ്മൾ ഈ റൂട്ട് വളരെ സുപരിചിതമായ റൂട്ട് തന്നെയാണ്. കാരണം ഷെൻഹുവ സീരീസിലെ കപ്പലുകളെല്ലാം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നത് ഈ റൂട്ട് വഴി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ ക്ലൗഡ് ജെറാർഡ് അവസാനമായി കയറിയ 3 പോർട്ടുകളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നാളെ ഏതാണ്ട് 13-ാം തീയതിയോടെ നമ്മുടെ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഈ കപ്പൽ ബർത്ത് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലുകളെല്ലാം വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. നമ്മുടെ ട്രയൽ റൺ തുടങ്ങിയിട്ട് വെറും 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പലരും ചോദിക്കുന്നു ഈ പറയുന്ന പോർട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈമാണ് പലരും ചോദിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക, ഇത് ട്രയൽ റണ്ണാണ്. ട്രയൽ റൺ കഴിഞ്ഞാൽ മാത്രമാണ് ടേൺ അറൗണ്ട് ടൈം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലർക്കും സംശയം കാണും ടേൺ അറൗണ്ട് ടൈം എന്താണെന്ന്. ഈ പറയുന്ന പോർട്ടിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഏത് പോർട്ടാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല. ഒരു കപ്പൽ നമ്മുടെ പോർട്ടിനകത്ത് കയറി
ബെർത്ത് ചെയ്തതിന് ശേഷം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തി കപ്പൽ പുറത്തേക്ക് പോകുന്നതിനാണ് ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ആ ടൈം കുറഞ്ഞ പോർട്ടുകളാണ് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് പോർട്ട് എന്ന് തന്നെ അറിയപ്പെടുന്നത്. അതിനാലാണ് ടേൺ അറൗണ്ട് ടൈം പലരും ചോദിക്കുന്നത്. കാരണം എല്ലാവർക്കും കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ അവരുടെ കണ്ടെയ്നറുകൾ പല രാജ്യത്തേക്കും ലേഗ് ഇല്ലാതെ തന്നെ വളരെ വേഗം എത്തിക്കണം. ഷിപ്പുകളും അങ്ങനെ തന്നെയാണ്. അതിന് സഹായിക്കുന്ന രീതിയിൽ ഏത് പോർട്ടിലായാലും സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടേൺ അറൗണ്ട് ടൈം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ ടേൺ അറൗണ്ട് ടൈം വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്ന കാരണം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കില്ല. മെസ്സേജിൽ കുറേ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മുടെ ഈ കപ്പൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നതിന് ശേഷം അടുത്ത് വേറെ ഏത് പോർട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കിപ്പോൾ കാണുന്നത് സിൻസ് പോർട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് സിൻസ് പോർട്ടിലേക്ക് നമുക്ക് നോക്കാം. അത് ഏതാ പോർട്ട് നോക്കാം. ഇത് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം. പോർട്ട് ഓഫ് സിൻസ്, അതായത് ലോകത്തിലെ ഇതൊരു ചെറിയ പോർട്ടാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ആഴം കൂടിയ പോർട്ടാണ് പോർട്ട് ഓഫ് സിൻസ്. ഈ പോർട്ടിലേക്കാണ് നമ്മുടെ ഈ പറയുന്ന MSCയുടെ ക്ലൗഡ് ജിറാർഡ് അടുത്തായി എത്തുന്ന ഡേറ്റ് വരെ നമുക്ക് നോക്കാം. ഏത് ഡേറ്റാണ് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. 30/9/2024 12/1 നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫ് സിൻസിലേക്ക് നമ്മുടെ MSCയുടെ ക്ലൗഡ് ജിറാർഡ് എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഴം കൂടിയ പോർട്ട് തന്നെയാണ് ക്ലൗഡ് ജിറാർഡ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. പോർട്ട് ഓഫ് സിൻസ് പോർച്ചുഗലിലെ പോർട്ട് തന്നെയാണ്. ആ പോർട്ടിലേക്കാണ് നമ്മുടെ ഈ ക്ലൗഡ് ജിറാർഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും കണ്ടെയ്നർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തിയതിനു ശേഷം പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ 2 ദിവസം മുന്നേ തന്നെ MSCയുടെ ഖെയ്ലി എന്ന് പറയുന്ന കപ്പൽ വളരെ അനായാസേന 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ പോർട്ടിനകത്ത് പ്രവേശിച്ച് ബെർത്ത് ചെയ്ത് മൂറിങ്ങിന് ശേഷം പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോയ കാഴ്ച നമ്മളെല്ലാവരും കൺകുളിർക്കെ കണ്ടവരാണ്. അതുമാത്രമല്ല, പോർട്ടിന് എത്രത്തോളം ആഴമുണ്ടെന്ന് 2-3 പേർക്ക് സംശയമുണ്ടായിരുന്നു. ആ സംശയം കൂടി മാറിക്കിട്ടിയ ഒരു നിമിഷം തന്നെയായിരുന്നു, ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു MSC ഖെയ്ലി വിഴിഞ്ഞം പോർട്ടിൽ തിരുത്തി കുറിച്ചതിന് ശേഷം പോർട്ടിലേക്ക് പുറത്തേക്ക് പോയത്. അതുപോലെ തന്നെ അടുത്ത ചരിത്രം കുറിക്കാനായിട്ട് MSCയുടെ ക്ലൗഡ് ജിറാർഡ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ ഉൾപ്പെടെ പറയുന്നുണ്ട്, സൗത്ത് ഏഷ്യയിലെ ഇത്രയും വലിയൊരു കപ്പൽ ഒരു പോർട്ടിലും ബെർത്തിങ് ആൻഡ് മൂറിങ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ വേറൊരു പോർട്ടിൽ, അതായത് നമ്മൾ ഈ കാണുന്ന മുണ്ട്ര പോർട്ടിൽ, നമ്മുടെ അദാനിയുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ അദാനിയുടെ കൺട്രോളിലുള്ള മുണ്ട്ര പോർട്ടിൽ നമ്മുടെ MSC വാഷിംഗ്ടൺ, അതായത് ഇത്രത്തോളം വലിപ്പമില്ലെന്നേ ഉള്ളൂ. MSC വാഷിംഗ്ടൺ ഏതാണ്ട് 16.9 അല്ലെങ്കിൽ 17 മീറ്റർ ഡ്രാഫ്റ്റ് 16.9 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ നമ്മൾ ഈ കാണുന്ന പോർട്ടിൽ ബെർത്ത് ചെയ്തിട്ടുണ്ട്, മൂറിങ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ MSC വാഷിംഗ്ടൺ നമ്മുടെ ഈ പറയുന്ന മുണ്ട്ര പോർട്ടിൽ എത്തിയതിന് മുന്നേ ആയിട്ട് ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. അഡീഷണൽ ട്രെഡ്ജിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ പറയുന്ന MSC വാഷിംഗ്ടൺ നമ്മുടെ ഈ പറയുന്ന മുണ്ട്ര പോർട്ടിലേക്ക് ബെർത്തിങ് ആൻഡ് മൂറിങ് നടത്തിയതിനു ശേഷം പോർട്ടിൽ തിരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലാവട്ടെ ഇതൊന്നും നടത്തിയിട്ടില്ല. നിലവിൽ MSC ഖെയ്ലി വന്ന് വളരെ വേഗത്തിൽ വന്ന് ബെർത്തിങ് നടത്തിയതിനു ശേഷം പോർട്ടിൽ നിന്ന് പുറത്തു പോകുന്ന വിഷ്വൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു വ്യത്യാസം നമുക്കുണ്ട്. അപ്പോൾ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബെർത്തിങ് തന്നെയാണ് ഇനി നാളെ നടക്കാൻ പോകുന്നതെന്ന് തന്നെ പറയാം. കാരണം MSC ഈ പറയുന്ന വാഷിംഗ്ടണിനെ കാട്ടി വലിപ്പവും കണ്ടെയ്നർ കപ്പാസിറ്റി കൂടിയ കപ്പലാണ് MSC ക്ലൗഡ് ജിറാർഡ്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്നതാണ് അദാനിയിലെ മുണ്ട്ര പോർട്ട് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പോർട്ട് തന്നെയാണ്. ഈ പോർട്ടിനകത്ത് ധാരാളം കപ്പലുകളാണ് ലൈവായിട്ട് ഇപ്പോൾ ഉള്ളത്. ഈ കപ്പൽ എന്ന് പറയുന്ന ലൈവും നിലവിൽ ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ സഹായത്തോടെ കിട്ടുന്നതായിരിക്കും. ഇതിൽ മാറ്റം വരും. പക്ഷേ ഈ കപ്പൽ നിൽക്കുന്നതെല്ലാം ലൈവ് ലൊക്കേഷൻ തന്നെയാണ്. ആ ലൈവായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് പോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതുപോലെയുള്ള 10-15 ഷിപ്പുകൾക്ക് ഒരേ സമയം ഫീൽഡർ വെസലിനും മദർ ഷിപ്പിനും ഒരേ സമയം ബെർത്ത് ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ് മുണ്ട്ര പോർട്ട്. അതിൽ നമ്മൾ ഈ ഭാഗത്ത് 2 ഭാഗത്തായിട്ട് കാണുന്ന ഈ രണ്ടും, ഈ ഫ്രണ്ടിലും ഈ സൈഡിലുമായിട്ട് കാണുന്നതെല്ലാം കണ്ടെയ്നർ ഷിപ്പാണെങ്കിൽ ഇതാ ഓയിൽ ടാങ്കറിന് പ്രത്യേക പോർഷനുണ്ട്, ബൾക്ക് എയറിന് പ്രത്യേക പോർഷനുണ്ട്. അങ്ങനെയാണ് മുണ്ട്ര പോർട്ട് നമുക്ക് ഈ ഡിസൈനിൽ നിന്നും കണ്ട് മനസ്സിലാക്കുന്നതും ഷിപ്പുകൾ ലൈവായിട്ട് നിൽക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിങ്ങനെ എടുക്കാൻ കാരണം ഭാവിയിൽ നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇതൊരു സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ. അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നതെല്ലാം ട്രയൽ റണ്ണാണ്. വളരെ ചെറിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്.
പക്ഷേ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഈ കാണുന്ന കടൽ ജലത്തിനെക്കാട്ടിയും കൂടുതൽ ആരോ മാർക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പച്ച നിറത്തിലുള്ള ആരോ മാർക്കുകൾ. ഇതെല്ലാം ഈ പറയുന്ന കണ്ടെയ്നർ ഷിപ്പുകളും ബൾക്ക് കെയറും കെമിക്കൽ ടാങ്കറും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കടലാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിൻ്റെ 10 നോട്ടിക്കൽ മേഖലകളുള്ള ഷിപ്പ് തന്നെയാണ്, പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ആ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി മാറും. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.